ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കിങ്ങനെ വിഷമം വരാറില്ലേ? ഇങ്ങനെ നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ട്, നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ നിന്നിട്ട്, നമ്മൾ അവർക്ക് നന്മ മാത്രം ചിന്തിച്ചിട്ട്, നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്കിങ്ങനെ വിഷമം മാത്രം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവഗണന മാത്രം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒരു വില കൽപ്പിക്കാത്ത അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പാടെ ഒരു അവഗണിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഒക്കെ നമ്മളിങ്ങ് വല്ലാണ്ട് വേദനിച്ചു പോലെ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, മനസ്സിലാകുന്നില്ല ഒരുപാട്. അല്ലെങ്കിൽ നമ്മൾ അവരെയൊക്കെ നമ്മളുടെ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെപ്പോലെ കണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ശരിയാവുന്ന പോലെ മറ്റുള്ളവർക്കും വേണമെന്ന ലെവലിൽ നമ്മൾ അവരെ കൂടെ നിർത്തി, അല്ലെങ്കിൽ കൂടെ പരിഗണിച്ച്, അല്ലെങ്കിൽ അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ കാര്യങ്ങളുടെ കൂടെ അവരുടെ കാര്യങ്ങളും കൂടെ ശരിയാക്കിയെടുത്ത് അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താലും അവസാനം നമുക്ക് കുറ്റം കിട്ടാറില്ലേ? നമ്മൾ കുറ്റപ്പെടുത്താറില്ലേ? കുറ്റം മാത്രം കിട്ടാറില്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ശരിയല്ല, അവരങ്ങനെയാണ്, ഇവരിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമ്മളാ ചെയ്തത് ഇന്ന രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റങ്ങൾ കിട്ടാറില്ലേ? അതെങ്ങനെയാണ്? കാരണം ഇപ്പോഴൊക്കെയുള്ള മനുഷ്യർ ഈ എപ്പോഴും മറ്റുള്ളവരെ മാറ്റി നിർത്താറാണ്. അത് ചിലപ്പോഴൊക്കെ ചിലരുടെ അനുഭവം കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ ചിലരൊക്കെ വളരെ സ്വാർത്ഥരായിട്ട് അങ്ങനെയാണല്ലോ, അത് ഉള്ളതുകൊണ്ടാണ് പിന്നെ ചിലരൊക്കെ പിന്നെ അവരും അതങ്ങ് ഫോളോ ചെയ്ത് വരുന്നത്. മനുഷ്യരെങ്ങനെയാണ്? മനുഷ്യർ എങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നവരോ എന്നാൽ എല്ലാവരും അന്ന് ഞാൻ പറയുന്നില്ല. ചിലരൊക്കെ നല്ല മനുഷ്യർ തന്നെയാണ്, നല്ല ആളുകൾ തന്നെയാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ്, എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മിക്കവരും ഇന്ന് അവനവൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കഴിയുന്നവരാണ്. നമ്മൾ എൻ്റേത്, ഞങ്ങളുടേത് അങ്ങനെയുള്ള ഒരു പ്രയോഗങ്ങളില്ലാതെ നമ്മൾ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം കഴിഞ്ഞു പോയി എന്നതിന് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഉണ്ട്, വളരെ നിഷ്കളങ്കരായ ജനങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, പലപ്പോഴും അബദ്ധത്തിൽ പെട്ടുപോകുന്നവരുണ്ട്. പക്ഷേ അബദ്ധത്തിൽ പെട്ടുപോകുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളും അവരെ പോലെ ആവണം എന്നല്ല. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മളുടേതായ ഒരു നിഷ്കളങ്കതയിൽ, അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു നന്മയിൽ തുടരുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, നമുക്ക് അവഗണന കിട്ടുമ്പോൾ, നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നമുക്ക് ആളില്ലാതെ വരുമ്പോൾ, നമ്മൾ പരിഗണിക്കാൻ ആളില്ലാതെ വരുമ്പോൾ, നമ്മൾ കേൾക്കാൻ ആളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മൾ ചെയ്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചിട്ടും അവർക്ക് ചെയ്തു കൊടുത്തിട്ടും നമുക്ക് അതിൻ്റേതായ ഒരു നന്ദി പോലും കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്ദി വാക്കുകൊണ്ട് വേണ്ട, ഒരു നമ്മളെ ഉണ്ടല്ലോ, ഒരു ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നതാണ് എന്നുള്ളൊരു പരിഗണന പോലും ശരിക്കും നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യേണ്ടത്. എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ കുറ്റപ്പെടുത്തുക, നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ടെങ്കിൽ വേദനിച്ചു പോകും. അപ്പോൾ മനുഷ്യരിങ്ങനെയാണ് എന്നാലും സത്യം ഉൾക്കൊള്ളുക. മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ സാധിക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ സ്വഭാവമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ഹ്യൂമാനിറ്റിയൊന്നുമല്ല, മനുഷ്യത്വത്തിൽ പെട്ടതൊന്നുമല്ല. പക്ഷെ അതൊരു മനുഷ്യൻ്റെ ഒരു അവനിലുള്ള ചില കാര്യങ്ങളാണത്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ഉയരാം, എനിക്ക് എങ്ങനെ നന്നാവാം, എനിക്ക് മാത്രം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രം, അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ എന്നുള്ള ആരുടെയെങ്കിലൊക്കെ മുതുകിൽ കയറി എത്ര ഉയരാം, അല്ലെങ്കിൽ ആരെയൊക്കെ ഒഴിവാക്കിയാലാണ് എനിക്കങ്ങ് എൻ്റേതായ വഴിയിലൂടെ നേരെ പോകാൻ പറ്റുക, ആ ഒരു വഴിയിൽ എല്ലാവർക്കും എന്നുള്ളതിനപ്പുറം ഞാൻ മാത്രം എന്നുള്ള ലെവലിൽ മറ്റുള്ളവരെയൊക്കെ അങ്ങ് തട്ടിത്തെറിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴുള്ള കാലം. അതുകൊണ്ട് വേദനിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും അവനവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, മനുഷ്യരിങ്ങനെയൊക്കെയാണ്, മനുഷ്യനിങ്ങനെയൊക്കെ വേണം എന്നല്ല, ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത് എന്നല്ല, മനുഷ്യനിങ്ങനെയൊക്കെയാണ്, മനുഷ്യനിങ്ങനെയൊക്കെ പ്രവർത്തിക്കാം, മനുഷ്യരിങ്ങനെയൊക്കെ നമ്മളോട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എങ്ങനെയാവണം, ഞാൻ എന്ത് ശ്രദ്ധിക്കണം, ഞാൻ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മളിന്ന് മനസ്സിൽ കണ്ടറിയാം.
നമ്മൾ നന്മ ചെയ്യുക, നമ്മൾ നല്ലതിനെ മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം കാണിക്കുക, നമ്മൾ ചുറ്റും നമ്മൾ നല്ലതിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ മറ്റുള്ളവരുടെ എല്ലാ ഭാഗത്തു നിന്ന് എപ്പോഴും നമുക്ക് ഇത് മാത്രമേ കിട്ടൂ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്, ഒരിക്കലും പ്രതീക്ഷിക്കരുത്, ഒരിക്കലും ആ രീതിയിൽ നമ്മൾ വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വേദനിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മളങ്ങ് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാറ്റി നിർത്തിയാൽ പോലും നമുക്ക് നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിരിക്കണം, പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയെങ്കിലും ഉണ്ടായിരിക്കണം. അത് നമ്മൾ സ്വയം നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.